ബസ്സിനകത്ത് ക്യാമറയുണ്ട്. ആ ക്യാമറയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. എസ്.എഫ്.ഐയുടെ ഏരിയ സെക്രട്ടറി എൻ്റെ ചേട്ടനും കൂടെ ചോദിക്കാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിനകത്തേക്ക് വന്നു. നമുക്ക് വലിയ പ്രശ്നത്തിലേക്ക് പോയിട്ട് അവരുടെ വരുമാനം നിർത്തണം എന്നുള്ള രീതിയിലൊന്നുമില്ല. ഇത് ആവർത്തിക്കാൻ പാടില്ല. വിദ്യാർത്ഥികൾ ബസ്സിൽ കയറുമ്പോൾ അവരുടെ അവകാശമാണെന്ന് അവരെ ഒന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തണം എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. എസ്.എഫ്.ഐയുടെ ഭാഗമായിട്ട് പ്രതിഷേധം നടത്തിയായിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം എല്ലാവരും കാണുന്ന രീതിയിലേക്കുള്ള ഒരു പ്രശ്നം അവിടെ സ്റ്റാൻഡിനകത്ത് ഉണ്ടായത്. ശരിയുടെ ഭാഗത്ത് തന്നെ നിൽക്കും, നിയമപരമായിട്ട് തന്നെ മുമ്പോട്ട്. പാലായിൽ ബസ് ജീവനക്കാർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ രണ്ടാം ദിവസവും പണിമുടക്ക് തുടരുകയാണ്. കൺസെഷനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരമൊരു പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഈ കൺസെഷൻ ലഭിച്ചില്ല എന്ന് പറയുന്ന വിദ്യാർത്ഥിനി തന്നെ നിലവിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഞാൻ കോട്ടയം ഗവൺമെൻറ് കോളേജിലാണ് പഠിക്കുന്നത്, നാട്ടകത്താണ്. അപ്പോൾ ഞാനിപ്പോൾ 3ാം വർഷ വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ നാഗമ്പട സ്റ്റാൻഡിൽ നിന്നാണ് ബസ് കയറുന്നത്. കൺസെഷൻ കൊടുത്തിട്ട് തന്നെയാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ രീതിയിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സിൽ കയറുന്ന സമയത്ത് കുഴുത്തോട്ട് സെൻറ്റ് മേരിയ എന്ന് പറഞ്ഞ ബസ്സിലാണ് കയറിയത്. അപ്പം കയറുന്ന സമയത്ത് അതിലെ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നു. അപ്പം ഞാൻ കൺസെഷനാണ് നൽകിയത്. കൺസെഷൻ നൽകുന്ന സമയത്ത് കണ്ടക്ടർ എൻ്റെ അടുത്ത് കൺസെഷൻ നൽകണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു സ്റ്റാൻഡിൽ നിന്ന് കയറുന്നവർക്ക് കൺസെഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സ്ഥിരമായിട്ട് ഈ സ്റ്റാൻഡിൽ നിന്നാണ് യാത്ര ചെയ്യുന്നത്, അപ്പം മറ്റ് ബസ്സുകാരൊക്കെ കൺസെഷൻ തരാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു ഈ ബസ്സിൽ ഇങ്ങനെയാണ്, കൺസെഷൻ തരേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ ID കാർഡ് ധരിച്ചിട്ടുണ്ടായിരുന്നു കോളേജിൻ്റെ. ഞാൻ പറഞ്ഞു SD കാർഡ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ SD കാർഡ് കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ അതൊന്നും കാണാൻ കൂട്ടാക്കിയില്ല. ഈ ബസ് ജീവനക്കാർ പറയുന്നത് യൂണിഫോം ധരിച്ചിട്ടില്ലായിരുന്നു, മറ്റ് യാത്രാരേഖകൾ കൺസെഷൻ കാർഡോ ID കാർഡോ ഒന്നും കൈവശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഞാൻ ഗവൺമെൻറ് കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് യൂണിഫോം ഇല്ല. കോളേജിൽ പോകുമ്പോൾ കളർ ഡ്രസ്സ് ആയിരുന്നത്. അപ്പോൾ ഞാൻ അന്ന് ID കാർഡ് ധരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ബസ്സിനകത്ത് ക്യാമറയുണ്ട്. ആ ക്യാമറയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം ഞാൻ ID കാർഡ് ധരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങളായാലും ആ ക്യാമറ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് മനസ്സിലാക്കാനുള്ള കാര്യമേ ഉള്ളൂ. അപ്പം അറിയാമല്ലോ ഞാൻ പറഞ്ഞത് സത്യമാണോ ഇല്ലയോ എന്ന്. അപ്പം ഞാൻ കൺസെഷൻ കാർഡ് കാണിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പോലും അത് കാണാൻ പോലും കൂട്ടാക്കിയില്ല. എന്നിട്ട് പറഞ്ഞു വേറെ എവിടെ നിന്നോ ഒന്ന് ബസ്സിൽ കയറുന്ന രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പം അതിലെ യാത്രക്കാരെല്ലാം തന്നെ അത് കേട്ടോണ്ടിരിക്കുക. എന്നിട്ട് പറഞ്ഞു പൈസ തരണ്ട, നീ നാണം കെട്ട് പൊക്കോന്ന് പറഞ്ഞു. എന്നിട്ട് പുറകിൽ പോയിരുന്നിട്ട് പറയാ നീയൊക്കെ എത്ര നാളിങ്ങനെ നാണം കെട്ട് പോകുമെന്ന് അറിയണല്ലോടി, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാനിത് എൻ്റെ ചേട്ടനെ വിളിച്ചു പറഞ്ഞു. അപ്പം ഇവിടെ SFIയുടെ പ്രവർത്തകരുണ്ടായിരുന്നു. അപ്പം SFIയുടെ ഏരിയ സെക്രട്ടറി എൻ്റെ ചേട്ടനും കൂടെ ചോദിക്കാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിനകത്തേക്ക് വന്നു. പാലായിൽ ബസ് വന്ന സമയത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പം ചോദിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ചേട്ടൻ ബസ്സിനകത്തായിരുന്നു. അപ്പം ഏരിയ സെക്രട്ടറി പറഞ്ഞു ചേട്ടൻ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പുള്ളിക്കാരനെ തേറി വിളിച്ചു. അപ്പോഴത്തേക്കും ചോദിക്കാൻ വേണ്ടിയിട്ട് ബസ്സിനകത്തേക്ക് കയറാൻ വേണ്ടി തുടങ്ങിയപ്പോൾ പിടിച്ച് തള്ളിയിട്ട് ചവിട്ടി, ടുബീനെ പിടിച്ച് ചവിട്ടി. അപ്പോഴത്തേക്കും അത് ചോദിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് അവനെ മുഖത്തടിച്ചു. അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമായി. എന്നിട്ട് അവിടെ അപ്പം മറ്റ് ബസ് ജീവനക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഓടി വന്നിട്ട് അതിനകത്ത് കുറച്ച് പേര് വന്നിട്ട് കാര്യം എന്താ ഇവിടെ പ്രശ്നം നടക്കുന്നതെന്ന് പോലും ചോദിച്ചില്ല. ഞാൻ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നത് പോലും കേൾക്കാതെ മോശമായ രീതിയിൽ തെറി വിളിക്കുക. ഭയങ്കരമായിട്ട് തെറിയെല്ലാം വിളിച്ചിട്ട് SFIയുടെ ഏരിയ സെക്രട്ടറിനോട് ചവിട്ടി താഴെയിട്ടിട്ട് കുറച്ച് പേര് വട്ടം നിന്നുകൊണ്ട് അവനെ ചവിട്ടി. ഈ സംഭവങ്ങൾ നടക്കുന്ന എന്നാണ്? വെള്ളിയാഴ്ച വൈകുന്നേരം സ്റ്റാൻഡിനകത്ത് ചോദിക്കാൻ വന്ന SFI നേതാവിനടക്കം മർദ്ദനമേറ്റു ബസ് ജീവനക്കാരുടെ ഭാഗത്ത്. തറയിലിട്ട് ചവിട്ടി. 21 വയസ്സേ അവനുള്ളൂ. അവനെ കുറേ ആളുകൾ വട്ടം നിന്ന് ചവിട്ടുക. അതിനെ പിടിച്ചു മാറ്റാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് എന്നെ പിടിച്ച് തള്ളി. നമുക്ക് ഇതിന്റെ എന്തെങ്കിലും ദൃശ്യങ്ങളോ മൊബൈൽ വിഷ്വൽസോ എല്ലാം കിട്ടാൻ സാധ്യതയുണ്ടോ? നിലവിൽ അവിടെ കുറച്ച് പേര് വീഡിയോ എടുക്കുന്നുണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ ചുറ്റും നിന്ന ആളുകളൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ആരും ഒന്നും പുറത്ത് വന്നായിട്ട് കണ്ടിട്ടില്ല. പിന്നെ അവിടെ ഇട്ട് ചവിട്ടി. പിന്നെ എൻ്റെ ചേട്ടനെ പുറത്തിട്ട് ഇടിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഞാൻ പിടിച്ച് മാറ്റാൻ വേണ്ടി പോയപ്പോൾ എന്നെ തെറി വിളിച്ചു, എന്നെ കൈ പിടിച്ച് വലിച്ച് മാറ്റി നിർത്തുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പോലീസ് വന്നപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ നിന്ന് ഒരാൾ തന്നെ, കൂട്ടത്തിൽ നിന്ന ഡ്രൈവറിൽ ഒരാൾ തന്നെ പറയാ ഇവരൊക്കെ മദ്യപിച്ചിട്ട് വന്ന് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നാന്ന് ഉൾപ്പെടെ പറയുമായിരുന്നു. സ്വാഭാവികമായും കൺസെഷൻ നിഷേധിച്ചാൽ മോട്ടോർ വാഹന വകുപ്പിനോ അല്ലെങ്കിൽ പോലീസിനോ ഒക്കെ പരാതി നൽകാവുന്നതാണ്. നിയമപരമായ രീതി അതാണ്. അങ്ങനെ ഒരു പരാതി മോട്ടോർ വാഹന വകുപ്പിനോ പോലീസിനോ നൽകിയിട്ടുണ്ടോ?
നൽകിയിട്ടില്ല. ആദ്യം ഈ പ്രശ്നം ഒന്ന് ചോദിക്കാം, എന്നിട്ട് പറഞ്ഞു നിർത്താം. നമുക്ക് വലിയ പ്രശ്നത്തിലേക്ക് പോയിട്ട് അവരുടെ വരുമാനം നിർത്തണം എന്നുള്ള രീതിയിലൊന്നുമില്ല. ഇത് ആവർത്തിക്കാൻ പാടില്ല, അങ്ങനെ ഒരു മനോഭാവം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം വിദ്യാർത്ഥികൾ ബസ്സിൽ കയറുമ്പോൾ അവരുടെ അവകാശമാണെന്ന് അവരെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നുള്ളൂ. നിരന്തരമായിട്ട് ഈ ബസ്സിൽ തന്നെ, ഈ സെൻറ്റ് മേരിയ എന്ന് പറഞ്ഞ കുഴുത്തോട്ടുകാരുടെ ബസ്സിൽ നിരന്തരമായിട്ട് പ്രശ്നമുണ്ട്. എനിക്ക് 2ാമത്തെ തവണയാണ് കൺസെഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബസ്സിനകത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് തന്നെ മറ്റൊരു വിദ്യാർത്ഥിയുടെ അടുത്ത് ഇവർ ഇതേ നില തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതൊന്ന് പറഞ്ഞ് തിരുത്തണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് വലിയ രീതിയിലേക്ക് അവരുടെ ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പരാതി നൽകാതിരുന്നത്. ചോദിച്ചിട്ട് അവരുടെ എന്താണ് മനോഭാവം എന്ന് അറിഞ്ഞിട്ട് ചെയ്യാൻ ഓർത്തു. അപ്പം അത് നിർത്താൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ച് നിർത്താം എന്നുള്ളൂ. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം വീണ്ടും SFI ഒരു പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുന്നു. അതിലാണ് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം അതിനെതിരെ SFIയുടെ ഭാഗമായിട്ട് പ്രതിഷേധം നടത്തിയായിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം എല്ലാവരും കാണുന്ന രീതിയിലേക്കുള്ള ഒരു പ്രശ്നം അവിടെ സ്റ്റാൻഡിനകത്ത് ഉണ്ടായത്. അപ്പം അതിനുശേഷം ഇപ്പോൾ അവർ പണിമുടക്ക് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പം നിരന്തരമായിട്ട് എനിക്കെതിരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഞാൻ സെൻറ്റ് തോമസ് കോളേജിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ബസ്സിൽ കയറിയത്. എൻ്റെ വീട് പൊൻകുന്നത്താണ്. പിന്നെ കുറച്ച് ആളുകൾ പറയുന്നത് എൻ്റെ വീട് കോട്ടയത്താണ്. എന്നിട്ട് ഞാൻ കോട്ടയത്ത് നിന്ന് പാലായിലേക്ക് ST ചോദിച്ചു. അത് ഇല്ലയെന്ന് പറഞ്ഞപ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കിയത്. പിന്നെ കുറേ ആളുകൾ പറയുന്നു ഞാൻ മറ്റ് ഒരു ആൺ സുഹൃത്തിനൊപ്പമാണ് ബസ്സിൽ വന്ന് കയറിയത്. അങ്ങനെ ഒരുപാട് വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ ഈ ബസ് ജീവനക്കാർ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ആണെങ്കിലും ഫേസ്ബുക്കിൽ ഉൾപ്പെടെ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ അറിയാം, വളരെ മോശമായിട്ടാണ് എൻ്റെ അടുത്ത് എൻ്റെ നിലപാടിനെയും എന്നെയും സംസാരിച്ചു പോകുന്നത്. അപ്പം അതൊക്കെ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത് നമുക്കറിയാം. ഇപ്പം ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബസ്സിലെ ആ ക്യാമറയിൽ വിഷ്വൽ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളതെന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പം അവരത് പുറത്തു വിടാൻ വേണ്ടി തയ്യാറാവുന്നില്ല. അതിൽ നിന്ന് മനസ്സിലാവുമല്ലോ തെറ്റാറുടെ ഭാഗത്ത്. ID കാർഡ് ധരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഞാൻ കൺസെഷൻ കാണിക്കാമെന്ന് പറഞ്ഞ കാര്യം ഉൾപ്പെടെ അതിനകത്തുനിന്ന് മനസ്സിലാവും. ഇപ്പോൾ ഒരു വലിയൊരു സമരത്തിലേക്ക് പോയിരിക്കുന്നു. ഇന്ന് 2ാം ദിവസമാണ് സമരം നടക്കുന്നത്. അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് ശരിയുടെ ഭാഗത്ത് തന്നെ നിൽക്കും, നിയമപരമായിട്ട് തന്നെ മുമ്പോട്ട് പോകും. അപ്പം ഞാനിപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായതുകൊണ്ടാണ് മറ്റുള്ള ആളുകൾ ഇറങ്ങുന്നത്. അപ്പം പ്രതികരിക്കാൻ പോലും പറ്റാതെ ഇപ്പം ബസ്സിൽ മോശമായിട്ടൊരു അനുഭവം ഉണ്ടായിട്ട് വീട്ടിൽ പറഞ്ഞാൽ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യാതെ അപ്പം മറ്റുള്ളവരോട് എതിർത്ത് പറയാൻ പേടിയുള്ള കുട്ടികളെ കാണും. അപ്പം അവരെ അത്രയും ബസ് യാത്രക്കാരുടെ മുമ്പിൽ നിന്ന് അവർ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഈ വിഷയത്തിൽ പരാതിക്കാരിയായ വിദ്യാർത്ഥിനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ്. കൺസെഷൻ കാർഡ് അടക്കമുള്ള രേഖകൾ തൻ്റെ കൈവശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥിനി തീർത്തു പറയുന്നത്. അതേസമയം ബസ് ജീവനക്കാർ ഇത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ആവശ്യപ്പെട്ട സമയത്ത് യാത്രാരേഖകൾ കാണിക്കാൻ വിദ്യാർത്ഥിനി തയ്യാറായില്ല എന്നുള്ളതാണ് ബസ് ജീവനക്കാരുടെ പരാതി. എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോഴും 2ാം ദിവസവും പണിമുടക്ക് തുടരുകയാണ്. തങ്ങളെ മർദ്ദിച്ച SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താതെ ഈ പണിമുടക്ക് അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് നിലവിൽ ബസ് ജീവനക്കാർ പറയുന്നത്. കോട്ടയം പാലായിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.